എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ മറുവശത്ത് സിനിമയിലെ പൈശാചിക നിഗൂഢതകളും ചർച്ച ചെയ്യപ്പെടുകയാണ്. 2013 ശേഷം പുറത്തുവന്ന പൃഥ്വിരാജ് സിനിമകൾക്കെല്ലാം പൈശാചിക സ്വാധീനമുണ്ട് എന്ന് പൊതുവെ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു. പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന സിനിമയിൽ പൈശാചിക സ്വാധീനത്തിന്റെ ആക്കം കൂട്ടിയെങ്കിൽ എമ്പുരാനിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും പൈശാചിക സ്വാധീനം പടർന്നു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും പൃഥ്വിരാജ് ഇല്ലുമിനാറ്റിയാണോ? പൃഥ്വിരാജ് ഇല്ലുമിനാറ്റിയാണോ എന്ന സംശയം പ്രബലപ്പെടുകയാണ്. എമ്പുരാൻ സിനിമയിൽ വളരെ തന്ത്രപരമായി ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക സ്വാധീനത്തിന്റെ നിഗൂഢതകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. എമ്പുരാൻ സിനിമയിലെ പൈശാചികത ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ലെങ്കിലും കൃത്യതയോടെ നിരീക്ഷിച്ചാൽ സാത്താനിക് സിംബൽസുകളും സംഭാഷണങ്ങളും, ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രൈസ്തവ നിന്ന മനഃപൂർവ്വം തിരികെ കയറ്റി അതുപയോഗിച്ച് ആർക്കോ വേണ്ടി ഒരു പ്രത്യേക അജണ്ട ഉണ്ടാക്കി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്. ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി തന്നെ ആ ക്രൈസ്തവ നിന്ന വളരെ തന്ത്രപരമായി സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിങ്ങനെയായിരുന്നു: At the end was a name, and the name was the Lucifer, and the name was Lucifer. അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു. ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു. ആ നാമവും ലൂസിഫർ തന്നെയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവചനത്തെയാണ് തന്ത്രപരമായി ഇവിടെ സാത്താനെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ മാറ്റി എഴുതിയിരിക്കുന്നത്. ശരിക്കും ആരാണ് ലൂസിഫർ? മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ദൈവനിഷേധം നടത്തിയതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദൈവ സൃഷ്ടിയിലെ ഏറ്റവും മനോഹരമായ മാലാഖയായിരുന്നു ലൂസിഫർ. സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞാൽ മാലാഖമാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ലൂസിഫർ. പിന്നെങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം മാലാഖ സാത്താനായി മാറിയത്? ലൂസിഫറിന്റെ അഹങ്കാരവും ഞാൻ എന്ന ഭാവവുമാണ് അത് കൊണ്ടെത്തിച്ചത് ഒരു പ്രഖ്യാപനത്തിലേക്കും. ഞാൻ ദൈവത്തിന്റെ മുകളിലെത്തും, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മുകളിൽ ഞാൻ എൻ്റെ സിംഹാസനം പണിയും, അവിടെ ഞാൻ അമരും, ഞാൻ പുതിയ ദൈവമാക്കും. അങ്ങനെ അവൻ ദൈവത്തിനോട് പോലും എതിരിടാൻ ശ്രമിച്ചു. ഒടുവിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പാപത്തിന്റെ തുടക്കവും ലൂസിഫറിൽ നിന്ന് തന്നെ. ആദത്തിന്റെയും ഹവ്വയുടെയും മുന്നിൽ സർപ്പരൂപമായി എത്തിയ സാത്താനും ലൂസിഫർ തന്നെ. ലൂസിഫറിനെ സ്തുതിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതിന് ഏറ്റവും ഉദാഹരണമാണ് എമ്പുരാൻ എന്ന സിനിമയിലെ എമ്പുരാനെ എന്ന് തുടങ്ങുന്ന ഗാനം അറിയപ്പെടുന്നത്. ഈ ഗാനം അറിയപ്പെടുന്നത് എൽ ആന്തം എന്നാണ്. എൽ എന്നാൽ ലൂസിഫർ, ആന്തം എന്നാൽ സ്തുതിഗീതം. എന്ന് വെച്ചാൽ ലൂസിഫറിനെ, അതായത് സാത്താനെ സ്തുതിക്കുന്ന ഗീതം. ക്രൈസ്തവർ വളരെ പരിഭാവനത്തോടെ ആരാധിക്കുന്ന ഒന്നാണ് കുരിശ്. എന്നാൽ സാത്താനിക് ആരാധകർ ക്രിസ്തുവിനെ അവഹേളിക്കുവാൻ കുരിശിനെ തലകുത്തി നിർത്താറുണ്ട്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും ഈ സിനിമയിൽ കാണാൻ സാധിക്കും. എമ്പുരാൻ സിനിമയിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു ക്രൈസ്തവ പള്ളിയുടെ മുകളിൽ നിന്ന് കുരിശ് ഒടിഞ്ഞ് തലക്കീഴായി മണ്ണിൽ നിൽക്കുമ്പോൾ കുരിശിന്റെ ഒരു ഭാഗം തകരുകയും അവശേഷിക്കുന്നത് എൽ എന്ന രൂപത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ലൂസിഫർ എന്ന ടൈറ്റിൽ തലതിരിച്ചെഴുതിയിരിക്കുന്നതാണ്. അതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ എഫ് എന്ന ലെറ്ററിൽ ഒരു കാര്യം മറഞ്ഞിരിപ്പുണ്ട്. ഹീബ്രു ഭാഷയിൽ 6ാമത്തെ സംഖ്യ എഴുതുന്നത് ഈ രീതിയിലാണ്. മോൺസ്റ്റർ എന്ന പാനീയത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് 666 എന്നത് സാത്താന്റെ നമ്പറായിട്ടാണ് അറിയപ്പെടുന്നത്. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വെളിപാട് 13:18. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. ആ സംഖ്യ 666. 666 എന്ന സാത്താന്റെ ഈ നമ്പർ ഈ സിനിമയിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിനും ജീപ്പിനും ബുള്ളറ്റിനും എല്ലാത്തിനും ഈ നമ്പർ തന്നെയാണ്. പൈശാചികതയുടെ ഏറ്റവും തീവ്രത കാണാൻ സാധിക്കുന്നത് കഴുത്തൊടിഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ രൂപത്തിൽ ഒരു പാമ്പ് കിടക്കുന്നു. ബിബ്ലിക്കലി നോക്കുകയാണെങ്കിൽ പാമ്പ് എന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലൂസിഫർ, അതായത് സാത്താൻ തന്നെയാണ്. സാത്താനെ ആരാധിക്കുന്നവരുടെ ആരാധന രീതിയിൽ അവസാന ചടങ്ങ് യേശുവിന്റെ ക്രൂശിത രൂപത്തിൽ പാമ്പിനെ പ്രതിഷ്ഠിക്കുന്നതാണ്. എമ്പുരാന്റെ ടൈറ്റിലിൽ ബ്ലഡ് കൊണ്ടെഴുതിയ 2AA എന്നതും എമ്പുരാന്റെ ടൈറ്റിലിൽ പരാമർശിക്കുന്ന ബ്രദർഹുഡ് എന്നതും എല്ലാം ലിങ്ക് ചെയ്യുന്നത് ആസ്ട്രം അർജന്റം എന്ന സംഘടനയുമാണ്. ഇത് സ്ഥാപിച്ചത് എഡ്വാർഡ് ക്രൗലി ആണ്. അയാൾ ശരിക്കും ഒരു സാത്താൻ ആരാധകനാണ്. എമ്പുരാന്റെ ലോഗോയിൽ L2 എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രെറ്റർനിറ്റസ് സത്താനിയ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രദർഹുഡ് ഓഫ് സാത്താൻ,
എന്ന് വെച്ചാൽ ശനിയുടെ സഹോദരൻ, വ്യക്തമായി പറഞ്ഞാൽ സാത്താന്റെ സഹോദരന്മാർ. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ദുർമന്ത്രവാദ ഗ്രൂപ്പുകളാണ്. ഇതിൽ ആസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കും സെക്ഷൽ മാജിക് പോലുള്ള ക്രിയകളുമൊക്കെ ഉൾപ്പെടുന്നു. അടുത്തത് ഇല്ലുമിനാറ്റി. എന്താണ് ഇല്ലുമിനാറ്റി? അടുത്തിടെയായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു ഇല്ലുമിനാറ്റി. യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീന സംഘടനകൾക്ക് നൽകി വരുന്ന പേരാണ് ഇല്ലുമിനാറ്റി. 1776 ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ബവേറിയയിൽ ആണ് ഇല്ലുമിനാറ്റിയുടെ തുടക്കം. അന്ധവിശ്വാസം, പൊതുജീവിതത്തിൽ മതപരമായ സ്വാധീനം, ഭരണകൂടാധികാരം ദുരുപയോഗം ചെയ്യുക എന്നിവയ്ക്കെതിരെ പോരാടുകയായിരുന്നു ലക്ഷ്യങ്ങൾ. ക്രിസ്ത്യൻ സഭയെ പരസ്യമായി എതിർക്കാൻ കഴിയാതെ വന്നപ്പോൾ അക്കാലത്ത് കുറച്ചാൾക്കാർ രൂപീകരിച്ച രഹസ്യ സംഘടനയാണ് ഇല്ലുമിനാറ്റി. എന്നാൽ ഇന്ന് ഇല്ലുമിനാറ്റി എന്നത് സാത്താൻ സംഘടനയാണെന്ന് പറയുന്നു. അതിനു പിന്നിൽ അവർ ഉപയോഗിക്കുന്നത് ചില പൈശാചിക സിംബലുകളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിക്കാനും കഴിയുന്നു. ഇല്ലുമിനാറ്റി ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള എല്ലായിടത്തും അവരുടെ സിംബൽ വേണമെന്നതാണ്. ഒന്നുകിൽ നേരിട്ടോ അല്ല എങ്കിൽ വളരെ തന്ത്രപരമായി ഇൻഡയറക്റ്റ് ആയിട്ട് ഒളിച്ചു വെച്ചിരിക്കും. നമുക്ക് ചുറ്റും അവരുടെ അടയാളങ്ങളുണ്ട്. നാം അത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഗൂഗിൾ ക്രോം ഇവിടെ ഒരു 666 മറഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പ്, ദ ഐ ഓഫ് പ്രൊവിഡൻസ്. ഗൂഗിൾ പേ, സൈൻ ഓഫ് ലൂസിഫർ. ബിഗ് ബോസ്, ഐ ഓഫ് പ്രൊവിഡൻസ്. ഫേസ്ബുക്ക്, മസോണിക് ട്യൂബാൽക്കൈൻ. ജിമെയിൽ, റോയൽ കച്ചപ്രോൺ. മോൺസ്റ്റർ ഡ്രിങ്ക് 666 മറഞ്ഞിരിക്കുന്നു. ഡിസ്നിയുടെ ലോഗോയിലും ഒരു 666 ഒളിച്ചു വെച്ചിട്ടുണ്ട്. പെപ്സി, ഈ ബ്രാൻഡ് തിരിച്ചു വായിച്ചാൽ ഈസ് ഡെഡ് എന്നാണ്. ഓറിയോ കുക്കി, ഇതിന്റെ സെൻട്രലിൽ കാണിച്ചിരിക്കുന്ന ലെവിയാത്തൻ സിംബൽ സാത്താനിക് വർഷിപ്പിലെ പ്രധാനി. എൻവിഡിയ, ഇതിലും ഇല്ലുമിനാറ്റിയുടെ ചിഹ്നം ഐ ഓഫ് പ്രൊവിഡൻസ് കാണാൻ സാധിക്കും. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന്റെ സിംബലിലും ഇല്ലുമിനാറ്റിയുടെ ചിഹ്നമായ ഐ ഓഫ് പ്രൊവിഡൻസിന്റെ സാമ്യത കാണിക്കുന്നു. കൊക്കക്കോള, ഇതിലും 666 ഒളിച്ചു വെച്ചിട്ടുണ്ട്. ബെൻസ് കാറിലും ക്രോസ് ഓഫ് നിരോ എന്ന സിംബലിന് സമാനം. ക്രോസ് ഓഫ് നിരോ എന്ന് വെച്ചാൽ തലകീഴായ കുരിശ്. അമേരിക്കൻ $1, ഇതിലും ഇല്ലുമിനാറ്റിയുടെ സിംബൽ കാണാം. ഫേസ്ബുക്ക് ഈ ലോഗോയിൽ മെസോണിക് ട്യൂബൽ കെയിൻ എന്നറിയപ്പെടുന്ന ഒരു മെസോണിക് സിംബലാണ്. ഇനി പൃഥ്വിരാജിലേക്ക് വരാം. പൃഥ്വിരാജ് ശരിക്കും ഇല്ലുമിനാറ്റിയാണോ? പൃഥ്വിരാജിന്റെ പൈശാചിക സ്വാധീനമുള്ള ചിത്രങ്ങളായി കരുതപ്പെടുന്നവയാണ് ആദം ജോൺ, യെസ്ര, നയൻ, മെമ്മറീസ്, കോൾഡ് കേസ്, സെവന്ത് ഡേ, അവസാനത്തേത് എമ്പുരാൻ. ഈ സിനിമകളിലെല്ലാം തന്നെ ഒരു ഇല്ലുമിനാറ്റി ടച്ച് കാണാം. ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പ്രത്യക്ഷത്തിലല്ലെങ്കിലും അതെല്ലാം ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും മറയാക്കി പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നയൻ എന്ന സിനിമ എടുത്തു നോക്കുവാണെങ്കിൽ അതിന്റെ പോസ്റ്ററിൽ തന്നെ ഒരു ഇല്ലുമിനാറ്റി ടച്ച് കാണാം. പൃഥ്വിരാജ് ഒരു ത്രികോണാകൃതിയിലുള്ള കണ്ണാടിയിൽ കൂടി നോക്കുന്നതാണ് പോസ്റ്റർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ പൃഥ്വിരാജിന്റെ ഒരു കണ്ണ് മാത്രമാണ് കണ്ണാടിയിലൂടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ചിത്രം ഇല്ലുമിനാറ്റിയുടെ ചിഹ്നമായ ഐ ഓഫ് പ്രൊവിഡൻസിന് സമാനമാണ്. അടുത്തത് ആദം ജോൺ എന്ന സിനിമ. ഇത് സാത്താനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന കഥയാണ്. ഈ ഒരു സിനിമയിൽ താൻ നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും മറയാക്കി സാത്താൻ സേവകളും സാത്താനിക ചിഹ്നങ്ങളും പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അതിലൊരു ഉദാഹരണമാണ് ജോലിയിൽ വിജയിക്കാൻ ലെന ഒരു സാത്താനിസ്റ്റിൽ നിന്ന് ഉപദേശം തേടുന്നത്. യെസ്ര എന്ന സിനിമയിലും പൈശാചിക സ്വാധീനം കാണാൻ കഴിയും. യെസ്രയുടെ പോസ്റ്ററിൽ തന്നെ എതിർദിശയിലുള്ള പെൻഡഗ്രാം കാണാൻ സാധിക്കും. ഇതിലും പ്രത്യക്ഷത്തിലല്ലെങ്കിലും ദുർമന്ത്രവാദം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ പറയൂ, പൃഥ്വിരാജ് ശരിക്കും ഇല്ലുമിനാറ്റിയാണോ? പൃഥ്വിരാജ് സിനിമകളിലെല്ലാം ഇല്ലുമിനാറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ക്രിസ്ത്യാനിറ്റിയെ മറയാക്കിക്കൊണ്ട് സാത്താനിക് സംഭവങ്ങൾ വിവക്ഷിക്കുന്നുണ്ട്. ശരിക്കും പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാറ്റിയാണോ? അതായത് ഒരു സാത്താൻ സേവകാരൻ?